തടവിൽ കഴിയുന്ന പലസ്തീനികളെ സർക്കാർ പട്ടിണിക്കിടുകയാണെന്ന് ഇസ്രയേൽ സുപ്രീം കോടതി. തടവുകാർക്ക് 3 നേരം ഭക്ഷണം നൽകണമെന്നും നൽകുന്ന ഭക്ഷണത്തിന്റെ അളവും ഗുണനിലവാരവും വർദ്ധിപ്പിക്കണമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി. 2023 യുദ്ധം ആരംഭിച്ച ശേഷം സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന ഇടപെടൽ ഉണ്ടാകുന്നത് ഇപ്പോഴാണ്. ഇസ്രയേലിലെ വിവിധ ജയിലുകളിൽ 1000-ലധികം പലസ്തീനികളാണ് തടവിൽ കഴിയുന്നത്. അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഇൻ ഇസ്രയേൽ, ഗിഷ എന്നീ സംഘടനകളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കഴിഞ്ഞ വർഷമായിരുന്നു സംഘടനകൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തത്. തടവുകാർക്കുള്ള ഭക്ഷണം സർക്കാർ ബോധപൂർവം തടഞ്ഞു വെക്കുകയാണ് എന്നാണ് സംഘടനകൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇത് തടവുകാർക്കിടയിൽ പോഷകാഹാരക്കുറവിനും പട്ടിണിക്കും കാരണമാകുന്നുണ്ടെന്നും സംഘടനകൾ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. 3 അംഗ ജഡ്ജിമാർ അടങ്ങിയ പാനലായിരുന്നു ഹർജി പരിഗണിച്ചത്. 2 ജഡ്ജിമാർ പലസ്തീൻ തടവുകാർക്ക് അനുകൂലമായി നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരാൾ എതിർത്തു. ജയിലുകളിൽ കഴിയുന്ന പലസ്തീൻ തടവുകാർക്ക് 3 നേരം ഭക്ഷണം നൽകണമെന്നും ഇത് ലഭ്യമാക്കുന്നുണ്ടെന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. തടവുകാർക്ക് ആഡംബരമോ സുഖകരമോ ആയ ജീവിതം ഒരുക്കണമെന്നല്ല തങ്ങൾ പറയുന്നതെന്നും അതിജീവനത്തിനായി നിയമം അനുശാസിക്കുന്ന വ്യവസ്ഥകളെക്കുറിച്ചാണ് തങ്ങൾ സംസാരിക്കുന്നതെന്നും 2 അംഗ ജഡ്ജിമാർ പറഞ്ഞു. മാർച്ചിൽ ഒരു ഇസ്രായേലി ജയിലിൽ 17 വയസ്സുള്ള ഒരു പലസ്തീൻ ബാലൻ പട്ടിണി കാരണം മരിച്ചിരുന്നു. ഗാസയിൽ കൊടും പട്ടിണി മൂലം നിരവധി ആളുകളാണ് ദിവസവും മരിക്കുന്നത്. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധം 2 വർഷത്തോട് അടുക്കുകയാണ്. 2 വർഷത്തിനിടെ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും അടക്കം ആയിരക്കണക്കിന് പലസ്തീനികളെ ഇസ്രയേൽ സൈന്യം തടവിലാക്കി. ഇവരിൽ പലരെയും കുറ്റം ചുമത്തുക പോലും ചെയ്യാതെ മാസങ്ങളോളം തടവിൽ പാർപ്പിച്ച ശേഷം സൈന്യം വിട്ടയച്ചിരുന്നു. ഇവരിൽ പലരും ക്രൂരമായ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കാണ് ഇരയായത്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 64,522 പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ ഗാസ മുനമ്പിൽ മാത്രം കൊല്ലപ്പെട്ടത് 52 പേരാണ്. ഗാസ സിറ്റിയിൽ 32 പേരും കൊല്ലപ്പെട്ടു. 320ഓളം പേർക്കാണ് പരിക്കേറ്റത്. 6 പേർ കൊടും പട്ടിണി മൂലവും മരിച്ചു. ഭക്ഷണമടക്കമുള്ള സഹായം തേടിയെത്തുന്നവർക്ക് നേരെയും ഇസ്രയേൽ സൈന്യത്തിന്റെ ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 85ഓളം പലസ്തീനികൾക്ക് ഇത്തരത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മെയ് മുതൽ ഇങ്ങനെ കൊല്ലപ്പെട്ടത് 2430 പേരാണ്. 17,794 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ 1,63,906 പേർക്ക് പരിക്കേറ്റു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയുമുണ്ട്. രക്ഷാപ്രവർത്തനം പോലും ദുഷ്കരമായ സാഹചര്യമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതേസമയം ഗാസ സിറ്റിയിൽ നിന്നും ജനങ്ങളോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസ സിറ്റിയിൽ ആക്രമണം നടത്താനുള്ള ഇസ്രയേൽ നീക്കത്തിന്റെ ഭാഗമായാണ് നെതന്യാഹുവിന്റെ പ്രഖ്യാപനമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസ നിവാസികളോട് ഞാൻ പറയുന്നു, ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ ഇപ്പോൾ തന്നെ അവിടം വിടണം. ഇതൊരു മുന്നറിയിപ്പാണ് എന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്. ഗാസ സിറ്റിയിൽ സൈന്യത്തെ വിന്യസിച്ചതായും നെതന്യാഹു കൂട്ടിച്ചേർത്തു. ജെറുസലേമിലുണ്ടായ വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഇസ്രയേൽ ഗാസ സിറ്റിയെ ഉടൻ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.